മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട റാന്നി കോടതിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. 12 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. നിർണായകമായ പല മൊഴികളും ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷിലേക്ക് പോകുന്നു. വിനീഷ്, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിലേക്ക് എന്നുള്ളതാണ്. എന്തായാലും ഇനി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾക്കായി കസ്റ്റഡിയിൽ എടുത്തേ മതിയാവുകയുള്ളൂ. തുടർന്നായിരിക്കും കൂടുതൽ അറസ്റ്റിലേക്കും പോകുക എന്നുള്ളതും കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തനിച്ചല്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തവർ ആരൊക്കെ എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കണം അന്വേഷണം പുരോഗമിക്കേണ്ടത്. അതോടൊപ്പം ഈ സ്വർണം എന്ത് ചെയ്തു, ഇതിനെ എങ്ങനെ ഉരുക്കിയെടുത്തു, ഇതിൽ പങ്കുപറ്റിയവർ ആരൊക്കെ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏറെ നിർണായകം തന്നെയല്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും കോടതി നടപടിക്രമങ്ങളിലേക്കാണ് ഇനി അന്വേഷണ സംഘം നീങ്ങുന്നത്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ തന്നെ അന്വേഷണ സംഘം ഇന്ന് റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരുപക്ഷെ കസ്റ്റഡിയിൽ നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഇത്രയും വലിയ ഒരു കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ അതിൽ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ എന്തായിരുന്നാലും കോടതി അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിടുമെന്ന് തന്നെയാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കോടതി പോകും എന്നതാണ് നമുക്ക് നിയമവിദഗ്ധരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം തന്നെ ഈ 2 കേസുകളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ശബരിമലയിലെ കട്ടളപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അത് സ്വർണം പൂശാൻ എന്ന വ്യാജേന എത്തിച്ച് അതിലുള്ള സ്വർണം തട്ടിയെടുത്തു, അതിൽ കൊള്ള നടത്തി എന്ന് സംബന്ധിച്ചുള്ള ഒരു കേസ്. മറ്റൊന്ന്, ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ കൊണ്ടുപോയി അതിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് സംബന്ധിച്ചുള്ള തെളിവുകളാണ്. അല്ലെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 കേസുകളിലും 2 തരത്തിലാണ് പ്രതികൾ. 10 പേരാണ് ആദ്യ കേസിൽ കട്ടളപ്പാളി കേസിലുള്ളത്. രണ്ടാമത്തെ കേസിൽ 8 പേരാണ് പ്രതികൾ പട്ടികയിലുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഈ പ്രതിപട്ടികയിലുള്ളവരുടെ അടുത്തേക്ക് കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് എത്താണ്ട നിർണായക മൊഴി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴിക്കായി തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും കാത്തിരിക്കുന്നത്. കാരണം ഇനി കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകി കൂടുതൽ മൊഴികൾ പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചാലേ മറ്റുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നിർണായകമായി ലഭിച്ചിരിക്കുന്ന മൊഴികൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൽപേഷ് എന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കൽപേഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെയും കടക്കാൻ സാധിച്ചിട്ടില്ല. കാരണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വിവരം, ആ വിവരം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഈ സ്വർണം കൊണ്ടുപോയത് കൽപേഷ് എന്ന വ്യക്തി എന്നതാണ്. പക്ഷേ കൽപേഷ് എന്ന വ്യക്തി അത് കൽപേഷ് ആണോ അയാളുടെ പേര്, അല്ലെങ്കിൽ കൽപേഷ് എവിടത്തുകാരനാണ്, അങ്ങനെ ഉള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. അതേസമയം തന്നെ അന്വേഷണ സംഘം നിർണായകമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ നിരത്തിയിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡിലെ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ട് എന്തടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകി, പ്രത്യേകിച്ച് മറ്റൊരു തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യമില്ലാതെ, അല്ലെങ്കിൽ ആ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ മാത്രമേ സന്നിധാനത്ത് നിന്ന് അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഏതൊരു വകയാകട്ടെ സ്വർണ്ണങ്ങൾ, തിരുവാഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാകണം. തിരുവാഭരണ കമ്മീഷണർ ഒപ്പം പോകണമെന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ മാനദണ്ഡം, നിയമം. ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കീഴ്ശാന്തിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൊണ്ടുപോകാനുള്ള അനുമതി നൽകി എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ചോദ്യമായി ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ദേവസ്വത്തിൻ്റെ കാമ്പൗണ്ട് വിട്ട് ആ ശബരിമലയിൽ അല്ലെങ്കിൽ ഏത് ദേവസ്വം ക്ഷേത്രമാകട്ടെ ആ ദേവസ്വം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിധി വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ പോലും
ദേവസ്വം ബോർഡിൻ്റെ തന്നെ പ്രത്യേക അനുമതി വേണം. ആ ദേവസ്വം ബോർഡിൻ്റെ അനുമതി നൽകേണ്ടത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക യോഗം ചേർന്ന് ആ ബോർഡ് യോഗമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ബോർഡ് യോഗത്തിൽ അന്നത്തെ ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ CPM-ൻ്റെ നേതാക്കളാണ്. ആ CPM നോമിനേറ്റ് ചെയ്ത മെമ്പർമാരായിട്ടുള്ള ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് കൃത്യമായും ഈ ഒരു നടപടിക്രമം നടന്നിരിക്കുന്നത്. ആ നടപടിക്രമം നടക്കുമ്പോൾ അതിൽ കുറ്റവാളികൾ അല്ലെങ്കിൽ അതിൽ പ്രതിപട്ടികയിൽ ചേർക്കപ്പെടേണ്ടത് അന്നത്തെ ഭരണസമിതി അംഗങ്ങളും അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോഴും വട്ടം ചുറ്റുന്നത് ചില ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദേവസ്വം ബോർഡ് ജീവനക്കാരെ മറികടന്ന് ഈ ഭരണസമിതി അംഗങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം എത്തുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഭരണസ്വാധീനത്തിലുള്ളത് CPM ആണ്, സർക്കാർ CPM ആണ്. CPM സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഹൈന്ദവ സംഘടനകളെല്ലാം, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ CBIയുടെ അന്വേഷണം എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതിയുടെ ഇടപെടൽ ആ ഘട്ടത്തിലുണ്ടായി. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ വേഗതയോടുകൂടി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള മഹാ ടാസ്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ സ്വർണം കട്ട കള്ളന്മാരിലേക്ക് കൃത്യമായി തന്നെ എത്തുമോ എന്നുള്ളതാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.